Welcome to Tech PSC. കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എക്സാമിൻ്റെ പുതുക്കിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡി സി മെഷീൻ യോക്ക് ഓഫേഴ്സ് എ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ടു ദ മെഷീൻ, ബി ഫ്ലക്സ് പാത്ത് കംപ്ലീഷൻ, സി പ്രൊഡ്യൂസ് വർക്കിംഗ് ഫ്ലക്സ്, ഡി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് ഇൻ ഡി സി മെഷീൻ യോക്ക് ഓഫേഴ്സ്, എന്താണ് യോക്ക് ഓഫർ ചെയ്യുന്നത്? മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ടു ദ മെഷീൻ ആൻഡ് ഫ്ലക്സ് പാത്ത് കംപ്ലീഷൻ. ഓക്കെ, സോ ഈ രണ്ട് കാര്യവും നമ്മുടെ യോക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു ഡി സി മെഷീനിൽ യോക്ക് ഓഫർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, മെഷീനിന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഫ്ലക്സ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ചൂസ് ചെയ്യാം, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇൻ ഡി സി മെഷീൻ യോക്ക് ഈസ് യൂസ് ടു പ്രൊവൈഡ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ടു ദ മെഷീൻ ആൻഡ് ഫ്ലക്സ് പാത്ത് കംപ്ലീഷൻ. ഇനി അവിടെ നമ്മുടെ സി എന്ന് പറയുന്നതിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസ് വർക്കിംഗ് ഫ്ലക്സ്. ഓക്കെ, സോ വർക്കിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പോൾസ് ആണ് വർക്കിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഡി സി മെഷീൻസ് വർക്കിംഗ് ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പോൾസ്. സോ അതാണ് നമ്മൾ ആ ഓപ്ഷൻ എടുക്കാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് അതും സഫൈസ് ചെയ്യുന്നതായിരുന്നെങ്കിൽ, ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്? ഈ രണ്ട് ഓപ്ഷൻസ്, അതായത് മെക്കാനിക്കൽ പ്രൊട്ടക്ഷനും ഫ്ലക്സ് പാത്ത് കംപ്ലീഷനാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡി ചൂസ് ചെയ്യാം, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In a DC machine, 72 number of coils are used. Find the number of commutator segments required. Okay, A, option A 36, option B 37, option C 72, option D 74. Okay, so ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഡി സി മെഷീൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ 72 നമ്പർ ഓഫ് കോയിൽസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് ആണ് നമുക്ക് ആവശ്യമായി വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്? 72 തന്നെയാണ് വരുന്നത്. സോ എത്ര നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടോ അത്രയും കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് നമുക്ക് വേണ്ടി വരുമെന്നാണ്. ഓക്കെ, സോ ഇൻ ഡി സി മെഷീൻസ് നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൽസ്. സോ ഹിയർ എന്താണ് നമ്പർ ഓഫ് കോയിൽസ് എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? 72 ആണ് കോയിൽസ്. സോ ആൻസറും 72 ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 72. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ഡി സി ജനറേറ്റേഴ്സ് ബ്രഷസ് ആർ യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ കളക്ടിങ് ഓഫ് കറണ്ട് വിത്തൗട്ട് എനി സ്പാർക്കിങ്സ്, ബി കളക്ടിങ് ഓഫ് വോൾട്ടേജ്, സി റിഡ്യൂസ് എഡി കറണ്ട് ലോസ്, ഡി കൺവേർട്ട് എ സി ആർമേച്ചർ കറണ്ട് ഇൻ ടു ഡി സി. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡി സി ജനറേറ്ററിൽ ബ്രഷ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ എന്തിനാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്, കളക്ടിങ് ഓഫ് കറണ്ട് വിത്തൗട്ട് എനി സ്പാർക്കിങ്സ്. ഓക്കെ, ബ്രഷ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പാർക്കിംഗ് ഇല്ലാതെ, അല്ലെങ്കിൽ കഴിവതും സ്പാർക്കിംഗ് കുറച്ച് കറണ്ടിനെ എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ഡി സി ജനറേറ്റർ ബ്രഷസ് ആർ നീഡഡ് ടു collect current with minimum sparking and it helps in എന്താണ് സക്സസ്ഫുൾ കമ്മ്യൂട്ടേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. മിനിമം സ്പാർക്കിങ്ങോടെ ആയിട്ടുള്ള എന്താണ് കളക്ഷൻ, കറണ്ടിൻ്റെ കളക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് എന്താണ് അതിനെ സക്സസ്ഫുൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷസ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, കളക്ടിങ് ഓഫ് കറണ്ട് വിത്തൗട്ട് എനി സ്പാർക്കിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Fourth question, in a DC machine, 4-pole
lap winding is used, the number of parallel paths are. ഓക്കെ, നമുക്ക് ഒരു 4-pole ലാപ്പ് വൈൻഡിങ് ഉള്ളൊരു ഡി സി മെഷീൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്താണ് നമ്പർ ഓഫ് പാരലൽ പാത്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 8. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? 4 ആണ്. ഓപ്ഷൻ ബി 4 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അതായത് 4-pole ലാപ്പ് വൈൻഡിങ്ങിൽ എന്താണ് എത്ര പാരലൽ പാത്സ് ഉണ്ടാവുമെന്നാണ്? 4 പാരലൽ പാത്സ് ഉണ്ടാവുമെന്നാണ്. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്താണ്? ഇൻ ലാപ്പ് വൈൻഡിങ് നമ്മൾ ഏതൊരു മെഷീനിലാണെങ്കിലും, ഇൻ ഡി സി മെഷീൻ, ഇഫ് യു യൂസ് ലാപ്പ് വൈൻഡിങ് എന്താണ് നമ്പർ ഓഫ് പാരലൽ പാത്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോൾസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് പാരലൽ പാത്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. സോ നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നതും 4 ആയിരിക്കും. ഇനി ഒരു പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് ലാപ്പ് വൈൻഡിങ് അല്ല, വേവ് വൈൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ ആൻസർ 2 ആയിരിക്കും. നമ്പർ ഓഫ് പോൾസ് എത്രയും ആയിക്കോട്ടെ, നമ്മുടെ ആൻസർ എപ്പോഴും 2 ആയിരിക്കും. ഓക്കെ, വേവ് വൈൻഡിങ്ങിൽ നമ്മുടെ നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4. Question 5. The load characteristic of separately excited generator is between. Okay, അതായത് നമ്മുടെ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ എന്താണ് ആർമേച്ചർ കറണ്ട് ആൻഡ് ഇ എം എഫ്. ഓപ്ഷൻ ബി ആർമേച്ചർ കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. ഓപ്ഷൻ സി ലോഡ് കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. ഓപ്ഷൻ ഡി ഫീൽഡ് കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, സോ ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലോഡ് കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, സോ ലോഡ് കറണ്ടിന് അക്രോസ് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൻ്റെ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നോ ലോഡാണ്. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴത്തേക്കും എന്താണ്? ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. സോ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡ്യൂസ്ഡ് ഡി എം എഫും ലോഡ് കറണ്ടും തമ്മിലുള്ള പ്ലോട്ടിങ്ങാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോഴത്തേക്കും എന്താണ്? ടെർമിനൽ വോൾട്ടേജും ലോഡ് കറണ്ടുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചിട്ടുള്ളതിൽ നമുക്കിതിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ് ആണ്. സോ ഓപ്ഷൻ സി നമ്മൾ ചൂസ് ചെയ്യും. Explanation നോക്കാം. The no load characteristics is the graph of terminal voltage Vt against field current If. When the generator is loaded, armature current Ia flows and armature reaction exists. Due to this, terminal voltage Vt is less than the no load rated voltage. On no load, current Ia is 0 and armature reaction is absent. ഓക്കെ, സോ നോ ലോഡ് കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നോ ലോഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? ഫീൽഡ് കറണ്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ഐ എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആർമേച്ചർ റിയാക്ഷൻ വരുന്നില്ല. ആർമേച്ചർ റിയാക്ഷൻ വന്നിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഇ എം എഫ് അതിനനുസരിച്ച് കുറയും. ഓക്കെ, നമ്മുടെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് വരത്തില്ല, അതിനെക്കാട്ടിയും കുറവായിരിക്കും. സോ ആ ഗ്രാഫിൽ കുറച്ച് വേരിയേഷൻ, അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഗ്രാഫിനെക്കാട്ടിയും കുറച്ചുകൂടി ഡ്രൂപ്പിംഗ് ആയിട്ടായിരിക്കും അത് വരിക. ഇനി ലോഡ് വരുമ്പോഴത്തേക്കും എന്താ? ലോഡ് വരുമ്പോഴത്തേക്കും ആർമേച്ചർ കറണ്ട് ഉണ്ട്. സോ ആർമേച്ചർ റിയാക്ഷൻ കൂടാതെ ആർമേച്ചറിലുള്ള ലോസസ് നമുക്കുണ്ടാവും. സോ ആ ലോസും കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇ എം എഫ് അവിടെ ലോസ് ആവും. അതിന് നമ്മൾ ഓമിക് ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ പറയും. സോ ആദ്യത്തത് എന്താണ്? ആർമേച്ചർ ഡ്രോപ്പ്, ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഡ്രോപ്പ് ആണെങ്കിൽ രണ്ടാമത് വരുന്നത് ഓമിക് ഡ്രോപ്പ് ആണ്. സോ ഈ 2 ഡ്രോപ്പും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നത്. സോ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒ സി സി ആണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്? ഫീൽഡ് കറണ്ട് അഗൈൻസ്റ്റ് ടെർമിനൽ വോൾട്ടേജ്, അതല്ലെങ്കിൽ ഇന്റേണൽ എക്സ്റ്റേണൽ ക്യാര വരുമ്പോഴത്തേക്ക് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് അഗൈൻസ്റ്റ് എന്താണ്? നമ്മുടെ ലോഡ് കറണ്ട് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ സി ആണ്, ഓപ്ഷൻ സി ആണ്, ലോഡ് കറണ്ട് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. അതിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലോഡ് കറണ്ട് ഐ എൽ നമ്മളിവിടെ എക്സ് ആക്സിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്?
നോ ലോഡ് വോൾട്ടേജ് വാല്യൂ ഉണ്ട്, നോ ലോഡ് വോൾട്ടേജ് E0 ഉണ്ട്, പിന്നെ ജനറേറ്റഡ് വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ടെർമിനൽ വോൾട്ടേജ് ഉണ്ട്. സോ മാർക്ക് ചെയ്തിരിക്കുന്ന എ ബി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതിൽ നിന്നാണ് എ ഡി അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷനിൽ ആർമേച്ചർ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ EMF ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMFന് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന് കാരണമായിട്ടുള്ള ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലക്സ് ഉണ്ടാകും. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് ഇൻഡ്യൂസ്ഡ് EMFനെക്കാട്ടിയും കുറച്ചായിരിക്കും നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുക. സോ ആ ഒരു വേരിയേഷനാണ് ആ എ ബിയും എ സിയും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ കാണിക്കുന്നത്. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോ ലോഡ് എന്നുള്ളൊരു കണ്ടീഷനിൽ മാറി ലോഡഡ് കണ്ടീഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചും കൂടെ ഡ്രോപ്പ് ഉണ്ടാവും. ആർമേച്ചർ റെസിസ്റ്റൻസിൽ നമുക്ക് ഡ്രോപ്പ് ഉണ്ടാവും. സോ ആ ഓമിക് വോൾട്ടേജ് ഡ്രോപ്പാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. CD എന്നുള്ള ആ ഒരു വേരിയേഷൻ കാണിച്ചിരിക്കുന്നത് ആ ഓമിക് വോൾട്ടേജ് ഡ്രോപ്പാണ്. സോ AD എന്ന് പറയുന്ന കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ AD എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഒരു നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ അതുപോലെ OCC ക്യാര പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Okay, so question number 6. A 4-pole lap mount DC generator has 4 brushes. If one of the brushes is damaged, what will be the change in V, I and P ratings? Option A, V, I and P. Option B, V by 2, I by 2 and P by 4. C, V by 2, I and P by 2. Option D, V, I by 2 and P by 2. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന 4-pole ലാപ്പ് മൗണ്ട് DC ജനറേറ്റർ ആണ്. 4 ബ്രഷ് ഉണ്ട്. അങ്ങനെ അതിൽ ഒരു ബ്രഷ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ V, I and P റേറ്റിംഗ്സ്. ഓക്കെ, വോൾട്ടേജ് കറണ്ട് ആൻഡ് പവർ റേറ്റിംഗ്സിൽ എന്ത് വേരിയേഷൻ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇഫ് വൺ ബ്രഷ് ഈസ് ഡാമേജ്ഡ് ദെൻ 2 parallel paths will be damaged. So only 2 parallel paths will be there and each will provide I by 2 current and voltage is same for both parallel paths. As the current is halved, delivered power is also halved for same terminal voltage. So സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ഒരു ബ്രഷ് ഡാമേജ് ആയി കഴിഞ്ഞാൽ 2 പാരലൽ പാത്താണ് നമുക്ക് നഷ്ടം വരുന്നത്. 2 പാരലൽ പാത്ത് പോയി കഴിഞ്ഞാൽ ബാലൻസ് 2 പാരലൽ പാത്തേ ഉള്ളൂ. ആ 2 പാരലൽ പാത്തിലേക്ക് കറണ്ട് ഈക്വലി സ്പ്ലിറ്റ് ആവുന്നു. സോ the current I will be splitted into 2, I by 2, I by 2. സോ കറണ്ട് ഹാഫ് ആകുമ്പോഴത്തേക്ക് എന്താ, പവർ ഹാഫ് ആവുകയാണ്. കാരണം എന്താ, P will be equal to V into I ആണെന്ന് നമുക്കറിയാം. സോ വിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. I എന്ന് പറയുന്നത് I by 2 ആണ്. സോ ബേസിക്കലി എന്താണ്, VI the whole by 2, so which is equal to P by 2. ഓക്കെ, സോ കറണ്ടിലുള്ള വേരിയേഷൻ എന്തൊക്കെയാണ് വരുന്നത്, കറണ്ടിലെ വേരിയേഷൻ I by 2 ആവുന്നു, പവറിലെ വേരിയേഷൻ P by 2, വോൾട്ടേജിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. Question 7. What are the necessary conditions for voltage build-up in self-excited generator? Option A, poles should contain residual flux. Option B, field winding should be properly connected to armature winding. Option C, field winding resistance should be less than critical resistance. And option D, all of the above. Okay, നമ്മുടെ ആൻസർ വരുന്നത് all of the above ആണ്. അതായത് നെസസറി കണ്ടീഷൻസ് ഫോർ വോൾട്ടേജ് ബിൽഡപ്പ് ഇൻ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിൽ എന്താണ് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള നെസസറി കണ്ടീഷൻസ്, ഇത് മൂന്നും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, the necessary conditions for voltage build-up process in a self-excited DC generator are: the poles should retain some residual magnetism, and if the poles lose its residual magnetism, it can't start voltage build-up process, and it may be started by a separate DC source at shunt field when armature is at rest. The field winding should be properly connected to armature winding, and if the field connection is reversed, then the field flux would oppose the residual flux, and the field winding resistance should be less than critical resistance, and voltage will not build up if field resistance is greater than critical resistance. ഫീൽഡ് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യത്തില്ല. അതുപോലെ എന്താണ്, ഫീൽഡ് ഫ്ലക്സ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെസിഡ്യൂവൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. സോ അതും നമ്മുടെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാതിരിക്കാനായിരിക്കും അത് കൂടുതലും എന്താണ് പ്രോം ചെയ്യുക.
ഇങ്ങനെയുള്ള റീസൺസ് കാരണം എന്താണ് നമുക്ക് ഓൾ ഓഫ് ദ എബോവ് എടുക്കേണ്ടി വരും. നെസസറി കണ്ടീഷൻസ് ആയിട്ട് എന്താണ്, പോൾ ഷുഡ് കണ്ടെയ്ൻ റെസിഡ്യൂവൽ ഫ്ലക്സ്, റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ ഫീൽഡ് വൈൻഡിങ് ഷുഡ് ബി പ്രോപ്പർലി കണക്റ്റഡ് ടു ആർമേച്ചർ വൈൻഡിങ് ആയിരിക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിഡ്യൂവൽ ഫ്ലക്സിനെ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതും നമുക്ക് കൗണ്ടർ ചെയ്യുന്നതാണ്. സോ ഈ മൂന്ന് എന്താണ് നമ്മുടെ ഈ മൂന്ന് റീസൺസ് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. സോ ഓൾ ഓഫ് ദ എബോവ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. Question 8. The purpose of lamination of armature core in DC machine is to, നമ്മുടെ ലാമിനേഷൻ ഓഫ് ആർമേച്ചർ കോർ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് DC മെഷീനിൽ. ഓപ്ഷൻ എ, ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF. ബി, reduce the eddy current loss. സി, reduce the copper loss. ഓപ്ഷൻ ഡി, reduce the armature reaction effect. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. To minimize the eddy current loss, we increase the resistance in the path of eddy current by laminating it. Okay, so laminate ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഈ പാത്തിലെ റെസിസ്റ്റൻസ് നമ്മൾ എന്താണ് മിനിമൈസ് ചെയ്യുകയാണ്. എഡി കറന്റ് ലോസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമ്മൾ കുറയ്ക്കുകയാണ്. സോ എഡി കറന്റ് ലോസസ് ആർ directly proportional to area of armature, or more precisely the path of motion. That is why armature of the DC machine is laminated. Okay, DC machine it could be motor or generator. So the answer option B. Question 9. By providing compensating winding in series with armature of a DC generator, which defect can be prevented? Okay, compensating winding കൊടുക്കുന്നത് കൊണ്ട്, സീരീസിൽ കൊടുക്കുന്നത് കൊണ്ട് എന്ത് ഡിഫക്റ്റ് ആണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ, റഫ് കമ്മ്യൂട്ടേഷൻ. ഓപ്ഷൻ ബി, ക്രോസ് മാഗ്നറ്റൈസിംഗ് എഫക്റ്റ്. ഓപ്ഷൻ സി, ഡീമാഗ്നറ്റൈസിംഗ് എഫക്റ്റ്. ഓപ്ഷൻ ഡി, ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് എഫക്റ്റ്. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഡീമാഗ്നറ്റൈസിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നത്. വെൻ ദ ആർമേച്ചർ ഓഫ് എ DC machine carries current, the distributed armature will produce its own EMF known as armature reaction. The demagnetizing component acts in the opposite direction, reducing flux per pole in a machine, and which will ultimately reduce generated EMF. Okay, so നമ്മുടെ ഡീമാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ് ചെയ്യുന്ന എന്താണ്, ഡീഫോൾട്ട് ഉള്ള ഫ്ലക്സ് പെർ പോളിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ അത് ആക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ റെഡ്യൂസ് ദ ജനറേറ്റർ EMF. ഓക്കെ, നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫ്ലക്സിനെ അത് അഫക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അവർ ആൻസർ ഈസ് സി, ഡീമാഗ്നറ്റൈസിംഗ് എഫക്റ്റ്. Question 10. Which type of DC generator is used for welding generator set? Option A, DC shunt generator. Option B, DC series generator. Option C, DC differential compound generator. Option D, DC cumulative compound generator. So answer വരുന്നത് ഓപ്ഷൻ സി ആണ്, DC differential compound generator. Cumulative compound generators are used for lighting, power supply purpose and heavy power service etc. So cumulative compound generators കൂടുതലും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ യൂസ് ഫോർ ആർക്ക് വെൽഡിംഗ് പർപ്പസ്. ഓക്കെ, സോ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആർക്ക് വെൽഡിംഗ് പർപ്പസിനാണ്, വെയർ എ ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് കോൺസ്റ്റന്റ് കറണ്ട് ഈസ് റിക്വയർഡ്. ഓക്കെ, വലിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് വേണം. ഈ വലിയ ഇനിഷ്യൽ ഉള്ള ആ ഒരു വലിയൊരു വോൾട്ടേജിൻ്റെ ഉണ്ടല്ലോ, വലിയൊരു വോൾട്ടേജിൻ്റെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രോപ്പ്, അത് നമുക്ക് എന്താണ് ആർക്കിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ് ഹയർ വോൾട്ടേജ് അറ്റ് നോ ലോഡ് ടു ഇനിഷ്യേറ്റ് ദ ആർക്ക്. So our answer is option C, DC differential compound generator. Question 11. Demagnetization affects which of the following? Option A, commutation. Option B, reduction in main field flux. Option C, reduces the terminal voltage. Okay, and option D, both B and C. So B and C എന്താണ്? Reduction in main field flux and reduces the terminal voltage. So demagnetizing effect എന്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അഫക്റ്റ് ചെയ്യുന്നത്? അതിന് കോസ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് അത് കോസ് ചെയ്യുന്നത്, ബിയും സിയുമാണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, both B and C. Demagnetization is one of the effect of the armature reaction. Armature reactionന്റെ എഫക്റ്റ് ആണ് demagnetization effect എന്ന് പറയുന്നത്, അല്ലെങ്കിൽ demagnetization എന്ന് പറയുന്നത്. And by vector addition it is found that it reduces or weakens the main field flux. Main fluxനെ അത് ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയാണ്. So it reduces the induced EMF or terminal voltage in case of generator, because EG is directly proportional to flux phi. In case of a motor, it reduces the torque and
increases the speed because T is proportional to flux and speed is inversely proportional to flux. Okay, so our answer will be D, both B and C. The reduction in main field flux and reduces the terminal voltage. The size of interpoles is small as compared to, question 12, the size of interpoles is small as compared to main poles. What is the reason? എന്തുകൊണ്ടാണ് ഇന്റർപോൾസിന്റെ സൈസ് സാധാ മെയിൻ പോൾസിനെക്കാട്ടിയും ചെറുതായിരിക്കുന്നത്? ഓപ്ഷൻ എ, in order to not to get saturated. B, in order to get saturated. C, in order to get more flux. Option D, all of the above. Okay, so ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, in order to not to get saturated. സാച്ചുറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ആക്കുന്നത്. ഓക്കെ, ഇന്റർപോൾസ് ആർ സ്മോൾ പോൾസ് ആൻഡ് ദേ ആർ ടേപ്പേർഡ് ഇൻ ഷേപ്പ്. നമ്മൾ ചെറുതായിട്ടാണ് നമ്മൾ അതിനെ ഈ നമ്മുടെ സാധാ പോൾസ് പോലെ പരന്നല്ല, അല്ലെങ്കിൽ അതിനെ ആ ഒരു ആർക്ക് രീതിയിലല്ല നമ്മളത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ടേപ്പേർഡ് ആയിരിക്കും. ആൻഡ് ഇന്റൻഷനലി ഡിസൈൻഡ് വിത്ത് ലാർജർ എയർ ഗ്യാപ്പ് ദാൻ ദ മെയിൻ പോൾ so as not to get saturated when the load current flows through the interpolar windings. Interpolar windings il kuda load current flow cheyyumboഴത്തേക്ക് എന്താണ് സാച്ചുറേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപോൾസ് ചെറുതാക്കി സൂക്ഷിക്കുന്നത്. ഓക്കെ, സോ our answer is option A, in order to not to get saturated. Question 13, ideal value of voltage regulation of a device is option A, infinite, option B, 0, option C, a positive finite value, option D, a finite negative value. So our answer will be option B, 0. Okay, so ideal value of voltage regulation എന്ന് പറയുന്നത് 0 ആണ്. എന്താ നോക്കാം, voltage regulation should be as minimum as possible. എത്രയും കുറഞ്ഞിരിക്കും അത്രയും നല്ലതാണ് വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യേണ്ടി വരുന്നത്. സോ ഇറ്റ്സ് ഐഡിയൽ വാല്യൂ ഷുഡ് ബി 0. എത്രയും കുറഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തിലേക്ക് ചുരുക്കാനാണ് ഏറ്റവും ബെസ്റ്റ്? 0യിലേക്ക് അതിനെ ചുരുക്കാനായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇറ്റ്സ് ഐഡിയൽ വാല്യൂ ഷുഡ് ബി ക്ലോസർ ടു 0 അല്ലെങ്കിൽ ഷുഡ് ബി 0. ഇറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ നോ ലോഡ് വോൾട്ടേജ് ടു ഫുൾ ലോഡ് വോൾട്ടേജ്. സോ ചേഞ്ച് ഇല്ല, നോ ലോഡ് വോൾട്ടേജും ഫുൾ ലോഡ് വോൾട്ടേജിലും ഒന്നും ചേഞ്ച് ഇല്ല. സോ അവർ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഐഡിയൽ വാല്യൂ വിൽ ബി 0 ഫോർ റെഗുലേഷൻ. Option B. Okay. Question 14. In which of the following generators negative voltage regulation can occur? Negative voltage regulation എന്തിലായിരിക്കും വരുന്നത്? Okay. Option A, shunt generator. Option B, series generator. Option C, over compound generator. And option D, both B and C. So ഇതിൽ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ സംഭവിക്കുന്ന ഏതിലൊക്കെയെന്നാണ്. സോ നമ്മുടെ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. അതായത് സീരീസ് ജനറേറ്റേഴ്സിലും ഓവർ കോമ്പൗണ്ട് ജനറേറ്റേഴ്സിലും നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഒക്കർ ചെയ്യും. എന്താണെന്ന് നോക്കാം. സീരീസ് ജനറേറ്റേഴ്സ് ആൻഡ് ഓവർ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ഹാവ് റൈസിങ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സാധാരണ എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് കുറയുക ചെയ്യുന്നത്. ഇതിൽ നേരെ തിരിച്ച് എന്താണ്, വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ബോത്ത് കേസസ് ദ ടെർമിനൽ വോൾട്ടേജ് റൈസസ് വെൻ ലോഡ് ഇൻക്രീസസ് ഡ്യൂ ടു series field characteristics. Therefore, these two have negative voltage regulation and these are not suitable for ordinary power supplies. Okay, so നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് എന്താണ് സീരീസ് ജനറേറ്റർ ആൻഡ് ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ. ഓപ്ഷൻ ഡി. Question 15. A shunt generator is running at 1000 rpm. If flux is reduced by half, then what is the new speed? ഷണ്ട് ജനറേറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1000 rpm. ഫ്ലക്സ് 5 ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫ്ലക്സ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. ഓക്കെ, സോ അത് നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാകും. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. സോ ഇഫ് ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്, ദെൻ സ്പീഡ് വിൽ ബി ഇൻക്രീസ് ടു ഡബിൾ. ഓക്കെ, നമുക്ക് അറിയാം ഇ എം എഫിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈസിക്കൽ ടു 5Z P by 60A ആണ്. അതിൽ നമ്മൾ പി നമ്മുടെ സ്പീഡ് എന്നിനെയും ഫൈനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ എൻ വിൽ ബി ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ ഫ്ലക്സ് ഹാഫ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്പീഡിന് RPM എന്താ സംഭവിക്കുക, അത് നേരെ ട്വൈസ് ആവുകയാണ്. 1/2 അല്ലേ, അപ്പോൾ ട്വൈസ് ആവുകയാണ്. സോ ആൻസർ വിൽ ബി 2000. ഓപ്ഷൻസ് A 1000, B 2000, C 500, D 0. So ആൻസർ വിൽ ബി B 2000 RPM ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, താങ്ക് യു.